വാർപ്പും മരം ചൂടും വാരിളം പൂക്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു വീടെടുത്തു അശോകൻ സാറ്. എസ്.ഐ. അശോകൻ സാറ്. എൻ്റെ ദൈവമേ, മധ്യകേരളത്തിലെ എല്ലാ വീടുകളും ഞാൻ തൂത്ത് കഴിഞ്ഞു. ഇനി ഏത് വീടാണോ ഞാൻ തൂക്കാൻ പോകുന്നത്? എങ്ങനെ? ഈ അശോകൻ എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവാ, എസ്.ഐ. അയാളുടെ സ്വഭാവ കാരണം ഒരു കൊല്ലം പോട്ടെ, തികച്ച് ഒരു 2 മാസം ഒരു പോലീസ് സ്റ്റേഷനിൽ അയാൾ ജോലി ചെയ്യത്തില്ല. കാണുന്നവരെയും പോകുന്നവരെയും വരുന്നവരെയും വാദിയെയും പ്രതിയെയും എല്ലാവരെയും എടുത്തിട്ട് അങ്ങ് ഇടിക്കും. ആരെയും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ വാതൊക്കെ നിൽക്കുന്ന ആ പാറവുകാരനെ എടുത്തിട്ട് അങ്ങ് ഇടിക്കും. എന്തിനാണ് ആ തോക്കും പിടിച്ചോണ്ട് റോഡിലോട്ട് വായി നോക്കി നിന്നിട്ട് ശമ്പളം മേടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇവിടെയും കുറച്ച് നാൾ എനിക്ക് ജോലിക്ക് നിന്നാൽ മതിയായിരുന്നു. എന്നാലേ നാട്ടുകാരെയൊക്കെ നല്ല രീതിയിൽ പരിചയപ്പെടാൻ പറ്റത്തുള്ളേ. ആ ചേട്ടാ, അവിടെ നമ്മുടെ ബാത്റൂം പണിയാനായിട്ട് ആ സുനി എന്ന് പറഞ്ഞൊരു ചെറുക്കൻ വരുമെന്ന് വന്നാ? അയ്യോ ചേട്ടാ, പെട്ടെന്നല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഒരു ബ്രോക്കറിനെ ഒക്കെ കണ്ടുപിടിച്ച് സെറ്റ് ചെയ്ത് വിടാന്നാ പറഞ്ഞത്. പ്ലംബറിനെ സമാധാനപ്പെട്. ആ പെട്ടെന്ന് വരാൻ പറ. എന്റെ സ്വകാര്യല്ല, എന്റെ പെരുപ്പിളവ വാരിട്ട് അലക്കും ഞാൻ. എന്റെ ദൈവമേ, വന്ന് കേറിയില്ല, കാണുന്നവരുടെ നെഞ്ചത്ത് കയറാനുള്ളത് ഇത് തുടങ്ങി. എനിക്ക് വയ്യ. എനിക്ക് വരും സമാധാനപ്പെട് വരും. യോ ആരാ? നിങ്ങൾ ഈ മീൻമുട്ടി എന്ന് പറയുന്ന സ്ഥലത്തൊന്നും ഇവിടെ പുതിയ താമസിക്കാൻ വന്നില്ലയോ? അതെ 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 അതെ. സുനിയെ വിളിച്ചായിരുന്നു? ആ സുനിയെ ഞാൻ വിളിച്ചായിരുന്നു. സുനി എന്നെ വിളിച്ചായിരുന്നു. അതിന് ഞാൻ എന്താ വേണം? അതല്ല പറഞ്ഞു, ഞാൻ അതിനുവേണ്ടി ഇവിടെ വന്നതാ. ഇത് കണ്ടിട്ട് മനസ്സിലായില്ലായിരുന്നു. ഈ പൈപ്പൊക്കെ എന്തോ നിങ്ങൾക്ക് പുതിയ ഓടക്കുഴലോട്ടേക്ക് തരാൻ വേണ്ടി വന്നതാ ഞാൻ. അയ്യോ, പ്ലംബറാണോ? ഇപ്പഴാ മനസ്സിലായത് കേട്ടോ. എന്താ താമസിച്ചത്? താമസം എന്ന് പറഞ്ഞാൽ വരാൻ താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ ഇച്ചിരി പണി ഉണ്ടായിരുന്നേ. സുനി അല്ല എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. ആ സുനിയോട് ഞാൻ പറഞ്ഞായിരുന്നു, ബാത്റൂമിലെ ക്ലോസറ്റ് എല്ലാം പോയി കിടക്കുക, പൈപ്പ് ഒന്ന് ശരിയാക്കണം. അത് സുനി എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞായിരുന്നു. ഒറ്റയ്ക്കുള്ള അല്ല, അത്യാവശ്യമായിട്ട് പോകുന്ന സംഭവമാണല്ലോ ഈ ബാത്റൂം. അപ്പം എത്രയും പെട്ടെന്ന് നല്ല വൃത്തിയായിട്ട് ബാത്റൂം സെറ്റ് ചെയ്ത് തരണം. ഞാൻ വൃത്തിയായിട്ടൊക്കെ പണിയുള്ളൂ. എന്റെ പണി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പണിയാ. അതെല്ലാം ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് പണി ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. ഒറ്റയ്ക്കുള്ള അതെ, ബാത്റൂം പോയി നോക്കിയിട്ട് തനിക്ക് എന്തെങ്കിലും ഫിറ്റിംഗ്സ് ഉണ്ടെങ്കിൽ താൻ മേടിക്കുവോ അല്ലെങ്കിൽ ബില്ല് തരുവോ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പോയി മേടിച്ചോണ്ട് തരാം. പൈസയുടെ കാര്യത്തിൽ താൻ വിഷമിക്കുക വേണ്ട. അല്ല, ഒന്നും വേണ്ട. എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ക്ലിയർ ആയിട്ട് എല്ലാം പണി ഞാൻ തരും. ഒറ്റയ്ക്കുള്ള സൂക്ഷ്യം കണ്ടും വേണേ, ഞാൻ പറഞ്ഞേക്കാം. എന്താ? അയ്യോ, നിങ്ങൾ സിംഹത്തെ വളർത്തുന്നുണ്ട് ഇവിടെ? അത് സിംഹം അല്ല, അതെന്റെ ഭർത്താവ്. അത് ഭർത്താവ് ഇവിടെ വയ്യാതെ കിടന്ന് ചുമക്കുന്നുണ്ടല്ലോ. എന്തിന്റെ സഹായം വേണമെന്നെ പറഞ്ഞാൽ പുതിയ ആളെ ഇയാളെ വന്ന കാര്യം നോക്കടോ. ഭയങ്കര ഇതേ ചൂടാക്കി പൈപ്പ് വളയ്ക്കുന്ന പോലെ വളച്ചാലേ പറ്റത്തുള്ളേ. എന്താ? അല്ല, ഈ പൈപ്പ് വളയ്ക്കുന്ന കാര്യം പറഞ്ഞാലേ. പൈപ്പ് വളയ്ക്കുന്ന കാര്യമായത് കൊള്ളാം. എന്തോ എന്താ എന്തോ എന്താ അല്ല, ആരാ ഇത്? അല്ല, ഞാൻ ഈ പൈപ്പിന്റെ സംഭവം കണ്ട്. പൈപ്പിന്റെ സംഭവം മനസ്സിലായില്ല. ആരാ സംഭവം? പ്ലംബർ. ഇതാരാന്ന് മനസ്സിലായോ? പോസ്റ്റ്മാനാന്ന്. പിന്നെ ആരാ? ഞാൻ ഈ വീട്ടിൽ പുതപ്പം കൊണ്ടുവന്ന ഓട്ടായി. എന്തായിരുന്നു ആരാന്ന്? ഇത് കണ്ടാ മനസ്സിലായി, കാക്കേണ്ട മനസ്സിലായില്ലേ ഞാൻ ആരാന്ന്? ഈ ബെൽറ്റ് ഒന്ന് സൂക്ഷിച്ച് നോക്കിട്ട് വാ. എനിക്ക് 2 കണ്ണിക്ക് കൂടുതൽ ഇട്ടേക്ക് വലിയ സാധനം. 2 കണ്ണിക്കുള്ളിൽ ആ ഇറുക്കം നോക്കാനാണ് വന്നത്. ആ പ്ലംബർ അല്ലേ? അത് ക്ലീൻ ആയിട്ട് പണി ചെയ്തിരിക്കണം. ക്ലീൻ ആയിട്ട് പണി ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്തിരിക്കണം. സാറേ SI ആണോ സാറേ? അല്ലടാ, കാക്കയിട്ട കോമാളി. കണ്ടാർന്നൂടെ SI ആണോ? ദേഷ്യം പിടിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞേ. പണി ബാത്റൂം കാണിച്ചു കൊടുത്തോളി. ബാത്റൂം കാണിച്ചു കൊടുത്തില്ലോ. ബാത്റൂം അകത്തുണ്ട്, പോയി ഒന്ന് നോക്ക്. എവിടെ? അങ്ങോട്ട് പോടാ ബാത്റൂം. ഇപ്പൊ ബാത്റൂമിൽ എന്തിനാ പോന്നെ? ബാത്റൂം പണിയാനല്ലേ നീ ഒന്നാ നോക്കണ്ടേത്? അതോ ക്ലോസറ്റ് അടുപ്പേല് നോക്കടാ. അവ ഇവിടെ കിടന്ന് കറങ്ങുവോ? ഇതുപോലെ നിങ്ങളുടെ 10 പണിക്കാരുണ്ടെങ്കിൽ വീട്ടിൽ ഫാൻ വേണ്ട. അതോ അങ്ങനെ പറഞ്ഞു വെറുതെ കിടന്ന് ഇറങ്ങൂല്ലേ? നിങ്ങളൊരു SI ആയിട്ട് ഇത്രയും ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? ഈ അറിയാത്തവരൊക്കെ ഈ പെരക്കകത്ത് ബാത്റൂമിനകത്തൊക്കെ പറഞ്ഞു വിട്ടാ എന്തെങ്കിലും എടുത്തോട്ട് പോയാൽ വല്ലോ അറിയോ? പിന്നെ നിന്റെ ബാത്റൂമിന്റെ ക്ലോസറ്റ് കിടക്കുന്ന കൊടുക്ക. അത് നോക്കണ്ടേ, അവൻ ശരിയാകാൻ ചേർക്കേ. അതിന് ഡാൻസ് ആണ്. കുഴപ്പമൊന്നുമില്ല. ബാത്റൂമിൽ പോകാനാണെങ്കിൽ ചെറിയൊരു പശ വെച്ചാൽ ഒട്ടിച്ചാൽ മതി. അയ്യോ, പശു വെച്ചൊട്ടിച്ചാ പിന്നെ പോവാൻ പറ്റും. അതല്ല, അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. സൈഡ് ചെറുതായിട്ട് ഇളയിരിക്കും. ഇച്ചിരി പശ ഒട്ടിച്ച് കഴിഞ്ഞാൽ നിൽക്കുക. അങ്ങനെ ഒട്ടിച്ചിട്ട് കാര്യമില്ല. ആ ക്ലോസറ്റ് ഇളക്കി അത് വൃത്തിയായിട്ട് സിമെന്റ് ഇട്ട് ഉറപ്പിച്ചെങ്കിലേ പറ്റൂ. ഇളക്കി കൊണ്ടുപോകാൻ പോയി. സാറേ, ആ ക്ലോസറ്റ് ഇളക്കിട്ട് കാര്യമില്ലെന്ന്. ഇളക്കി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ നിനക്ക് അറിഞ്ഞൂടെ സ്വഭാവം? അല്ല, അതല്ല സാറേ, ഇളവ് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒട്ടിച്ച് തരാം. ഇടയ്ക്കിടയ്ക്ക് ഒട്ടിക്കാൻ വേണ്ടിട്ട് എന്റെ പെണ്ണുമ്പിള്ളേരെ കമ്മലല്ലോ, ക്ലോസറ്റ് ആണത്. സാറേ, അത് ഇളക്കിട്ട് കാര്യമില്ലെന്ന്. ഇടിന്ന് പറഞ്ഞാൽ ഞാൻ ഇടിക്കും. അറിഞ്ഞൂടെ എന്റെ സ്വഭാവം. ഇടിയുടെ ഇത് കൊള്ളാം, ഇത് മാറ്റിപ്പിടി. ഇത് കൊള്ളാം, ഇത് മാറ്റിപ്പിടി. ഞാനത് പറയാൻ വരുമായിരുന്നു. കൊള്ളത്തില്ല. പറഞ്ഞേക്ക്. ഇളക്കണം.
ഉളക്കല്ലേ പോയി ഇളക്കാൻ. അല്ല ഞാൻ അവിടെ ഷർട്ട് ചേട്ടാ ഞാൻ അവിടെ തേച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടില്ലയോ? എവിടെ തേച്ചിട്ട്? അലമാരയുടെ മോള് ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നു. ഓ കിടക്കട്ടെ, വരുത്തോളാം. ആവശ്യമില്ലാത്ത വികാരമൊക്കെ മുഖത്ത് വരുന്നുണ്ട് കേട്ടോ. ഞാൻ എന്താണ് ഇളക്കി പോയി പൊട്ടിയെടുക്ക? അത് നേരത്തെ ഇവിടെ ബംഗാളികളാ താമസിച്ചോണ്ടിരുന്നത്. ഓ, പരിപ്പിന്റെയും കടലയൊക്കെ ഒരു പവറേ. സാറേ നേരത്തെ എവിടായിരുന്നു സാറേ? നേരത്തെ ഈ ക്ലോസറ്റ് ബാത്റൂമിലല്ലായിരുന്നു, നീ അല്ലേ ഇളക്കി ഇവിടെ കൊണ്ടുവച്ചു? അതല്ല സാറ് നേരത്തെ എവിടായിരുന്നു ഡ്യൂട്ടി ചെയ്തിരുന്നത്? മാട്ടുപ്പെട്ടി. അതെന്താ പിന്നെ ഇങ്ങോട്ട് അവിടുന്ന് ഒരു മാറ്റം കിട്ടി. അതെന്താ വിഷയം? എന്താ സംഭവം? എന്തൊക്കെ കിന്നാരെന്ന് എനിക്ക് അറിയണോടൂ. എന്തൊക്കെ കിന്നാരം അറിയണേ? ക്ലോസറ്റ് അടിക്കാൻ വന്നേന്നോ? റെഡിയാക്കണോ ഇത്? അല്ല എത്ര രൂപ ശമ്പളം ഉണ്ടായിരുന്നു? ഇതെല്ലാം അറിഞ്ഞാലേ ഇയാൾ പണിയൂ. അല്ല ഞാൻ വന്ന സ്ഥിതിക്ക് നമ്മൾ അടുത്ത സ്ഥിതിക്ക് എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചും കണ്ട് സംസാരിക്കും. ഇതാരാ നിൽക്കുന്നതെന്ന് എനിക്ക് അറിയാവോ? കുംഫു, കരാട്ട, കൊച്ചുപിടി എന്ന് വേണ്ട എല്ലാ കലകളും അറിയാവുന്ന ആളാ. ഈ ടോണി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? കോട്ടയം ടോണി. കോട്ടയം ടൗൺ ഞാൻ കേട്ടിട്ടുണ്ട്. കോട്ടയം ടൗൺ ടൗൺ അല്ല, ടോണി ഗുണ്ട. ഉണ്ടാ ഇവനെ ഞാന് പിടിക്കാൻ വേണ്ടിട്ട് നേരെ കോട്ടയം പുഴയോരത്ത് പോയി. അവിടെ ചെന്നപ്പോ കിട്ടിയില്ല. കാരണം എന്താ എനിക്കറിയത്തില്ല. അവൻ വേറെ എങ്ങോട്ടാ പോയടാ. ഈ ടോണി എന്ന് പറഞ്ഞാൽ ഗുണ്ടാ വിളയാട്ട് വരുന്നവൻ. ഞാൻ ടോണിയെ പിടിക്കാൻ വേണ്ടി പുഴയുടെ തീരത്ത് പോയി. പുഴയുടെ തീരത്ത് ചെന്നപ്പോ അവിടെ ടോണി ഇല്ല. അവിടെ പാലം വന്നില്ല, അതുകൊണ്ടല്ലേ അവിടെ തോണി ഇല്ലാത്തത്. ഇത് പറയാനാണ് ഇത്രയും കിടന്ന് അതാണ് ഇത്. ഈ സംഭവമാണ്. ഈ ടോണി അവിടെ കിട്ടിയില്ല. അങ്ങനെ ഞാൻ നേരെ എന്ത് ചെയ്ത് ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ ചെന്ന് ടോണിയെ പിടിക്കാൻ വേണ്ടി. അപ്പോഴും കിട്ടിയില്ല. ലാസ്റ്റ് ബസ്സിൽ കയറി പോയി കാണും ടോണി. അത്ര ഗുണ്ടയായിരുന്നു അവൻ. അവനെ ഞാൻ പിടിച്ചു എങ്ങനെയാണെന്ന് അറിയാം. പിടിച്ചിട്ട് എന്റെ 3 പേരിൽ ഞാൻ ഇങ്ങനെ വെച്ച് മർമ്മത്ത് പൊക്കുള്ള ഒരു ഒറ്റ കുത്തായിരുന്നു. അയ്യോ. പക്ഷേ അവനെ കൊണ്ട് ആശുപത്രി പോകേണ്ടി വന്നു. കുത്തിയിട്ട് സാർ തന്നെ ആശുപത്രി കൊണ്ടുപോയോ? അതെ അതെ. അതെന്തിനായിരുന്നു? അത് നമ്മുടെ ഈ കല്യാണ മോതിരയില്ലേ, ഇവന്റെ പൊക്കിളിൽ കൂടെ അകത്ത് കയറി, പ്ലീഹയിൽ കയറി. പിന്നെ നേരെ ആശുപത്രി കൊണ്ടുപോയി അതെടുത്തെങ്കിലേ ഇവിടെ വീട്ടിൽ കയറ്റുള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതെ, നിങ്ങൾ കാര്യം പറഞ്ഞോണ്ടിരിക്കെ ഞാൻ ഇപ്പൊ ഇച്ചിരി ചായ എടുത്തോണ്ട് വരാം. പറഞ്ഞോണ്ട് നിൽക്കാൻ വലിയ താല്പര്യമില്ല തെറ്റിക്കുന്നതിന് വേണ്ടി. എവിടാ കറക്റ്റ്? വേറെ മുമ്പ് എവിടെയെങ്കിലും പോയി പണി ചെയ്തിട്ടുണ്ടോ? മുമ്പ് ഞാൻ ഒരുപാട് സ്ഥലത്ത് പണി ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഞാൻ ക്ലോസറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം സംശയം വന്ന് പോയി നോക്കാം. പിന്നെ കണ്ണി കണ്ടവരെ ക്ലോസറ്റ് നോക്കാൻ വേണ്ടിയല്ലേ ഞാൻ നടക്കും. നല്ല പണിയാ. അതുകൊണ്ട് തന്നെ ശരി. ചായ റെഡി, ചായ റെഡി. ചാവടെ ചായ കുടിക്കാൻ. ചായ വേണ്ട സാർ, ചായ വേണ്ട. ചായ കുടിയോ? വേണ്ട ചായ വേണ്ട. വേണ്ട ചായ വേണ്ട. കുട്ടോ സാറ് ചായ കുടിക്കുന്നില്ല. അയ്യോ, സ്പെഷ്യൽ ചായ. അതെ അതെ, കൂട്ട് പറഞ്ഞു കൊടുക്കണേ. സാറിന്റെ ചായ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ചായ കേട്ടോ. അങ്ങനെ ഇങ്ങനെ ചായ ഒന്നും സാർ കുടിക്കത്തില്ല. ഞാൻ ഈ അടുപ്പില് 2 ഗ്ലാസ് വെള്ളം വെക്കും. അത് പറ്റിച്ച് ഒറ്റ ഗ്ലാസ് ആക്കും. അതിലോട്ട് നല്ല പൊടിത്തയില, മൂന്നാറിന്ന് വരുന്ന നല്ല 1-ാം ക്ലാസ് പൊടിത്തയില ഇട്ട് അങ്ങ് തിളപ്പിക്കും. മാത്രമോ നല്ല ഇഞ്ചി, ഗ്രാമ്പു, കറുകപ്പട്ട ഇതെല്ലാം കൂടെ അങ്ങ് തിളപ്പിച്ച് അരിച്ച് മാറ്റി വെക്കുമ്പോൾ ഊട്ടിന്ന് കൊണ്ടുവരുന്ന നല്ല ഫ്രഷ് നാരങ്ങ, നല്ല മഞ്ഞ നിറത്തിലുള്ള നെടുകെ അങ്ങ് മുറിച്ചിട്ട് അതിൻ്റെ ഒരൊറ്റ മുറി എടുത്ത് ഇങ്ങനെ അങ്ങ് പിഴിയും. എന്നിട്ട് സ്പൂൺ കൊണ്ട് 2 കറക്ക്. ചേട്ടാ സത്യം പറയാമല്ലോ, ഇത് തരാൻ തോന്നില്ല. ഞാൻ കുടിച്ചോട്ടെ? എടി കൊതിച്ചേ, ഇതെല്ലാം ചടിച്ചത് ഞാൻ കുടിച്ചോളാം. പറഞ്ഞങ്ങ് കൊതിക്കോ ഇവിടെ. പോണ്ടേ ഡ്യൂട്ടി? പോണം. ഇങ്ങോട്ടോ നോക്കിയും കണ്ട് ഞാൻ ചെയ്തോളാം. പിന്നെ നാരങ്ങ എത്ര പിഴിഞ്ഞ? ഒറ്റ മുറി. ചില്ലറ വല്ലതും ചോദിക്കുവാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തരാം. ചില്ലറ വല്ലതും വേണമെങ്കിൽ ചോദിച്ചാ മതി, തരാം. എന്താ ഒരു ഗിളി? അതിനകത്ത് ഒരു ഗിളി. നാരങ്ങ 2 പിഴിഞ്ഞ? ഒറ്റ പെട്ടെന്ന് വേണം കേട്ടോ. പെട്ടെന്ന് സാവധാനം വേണം. പെട്ടെന്ന് സാവധാനം. സാവധാനം. എന്താ ബാത്റൂമിലൊന്ന് പോണം. അതിനിപ്പോ എന്താ പോയിട്ട് വാ. അല്ല അതങ്ങനെ ശരിയാവും. ഇവിടെ ഇളക്കി വെച്ചേക്കില്ലേ? എന്താ രണ്ടുപേരും കൂടെ ഭയങ്കര സംസാരം? അതെ, അടിവാരത്ത് ഒരു വണ്ടി മറിഞ്ഞു. സാറ് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണമെന്ന് സിഗ്നല്. ആർക്കെങ്കിലും വല്ല അപകടം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നിലവിൽ കുഴപ്പമൊന്നുമില്ല. ഇല്ല. പിന്നെ ഒരു കാര്യം ചെയ്യാം, എപ്പോഴാണ് ഞാൻ അപ്പുറത്തെ ചേച്ചിയോട് പോയി ഒന്ന് ചോദിച്ചാലോ?
ഈ ചേച്ചി അടുത്തൊക്കെ ചെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലിപ്പോ 1 കിലോ അരി ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അടുത്ത് നിന്ന് ചോദിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നാണക്കേടല്ലേ നമുക്ക്? ഇപ്പൊ എന്തിനാ വിചാരിക്കുന്നത്? വല്ല പറമ്പിൽ പോവാൻ നോക്കുന്നേ. അഭിമാനം. നിങ്ങൾക്ക് അഭിമാനം പോകുന്നതാണോ നല്ലത്, അതോ അറിയാതെ പോകുന്നതാണോ നല്ലത്? അല്ല, രണ്ടായാലും വിഷയം അങ്ങനെയല്ലേ. ഇതൊന്ന് പിടിച്ച സാറേ, ഒന്ന് മുറുക്കാനായിരുന്നു. എന്താ ഇതൊന്ന് മുറുക്കാനത് പിടിക്കുന്നു, മുറുക്കി പിടിക്കാതെ. നമ്മുടെ കുടുംബത്ത് നല്ല മുറുക്കുന്ന പെണ്ണുങ്ങളാ. ആണോ? നീ ഇത്രയും സമയം നോയിക്കൊണ്ടിരുന്നിട്ട് എന്തിനടാ ഇത് കൊണ്ടിരുന്ന് തന്നത്? ഇഞ്ഞ് വാ. അല്ല, പുള്ളിക്കാരത്തേക്ക് ബലമില്ല. ഈ സമയത്താണ് അവളുടെ ബലം. പിടിച്ചാ അല്ല, വേണ്ട വേണ്ട, ഞാൻ ചെയ്തോളാം. പുള്ളിക്കാരത്തേക്ക് ചെയ്യിപ്പിക്കട്ടെ. കുഴപ്പമില്ല. നീ എന്നെ മുറുക്കാന്നല്ലേ? നീ വന്ന ഒരു കാര്യം പറയട്ടെ. ഈ അറപ്പ കിടന്ന് അറക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യം. ഇത്രയും നേരം അവൻ അറക്കണ്ടായിരുന്നു, ഇപ്പോഴാണ് അറക്കുന്നത്. കൈ കെട്ടി ഇവിടെ വെല്ലും. അതെ, നേരത്തെ പറഞ്ഞതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പെട്ടെന്നൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റിയൊന്ന് സെറ്റ്. അപ്പുറത്തെ വാഴത്തോട്ടമല്ലേ ആ ഭാഗത്ത്? മോഹന മുതലാളിയുടെ ആണോ? ഞാൻ നോക്കിട്ട് സാറിന് അവിടെ എന്തോ അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് വിളിച്ച്. സാറിന് രാവിലെ ഓട്ടം പതിവുള്ളതാ, ഇന്ന് ഓടാൻ പറ്റില്ല, അതുകൊണ്ട് ഇപ്പോഴും ഓടിയത്. ആരോഗ്യത്തിന് വേണ്ടി അങ്ങനല്ല, കൈയും കാലം ഇളക്കി ഓടണം. സാർ ഓടിക്കോളും, ഇയാൾ പെട്ടെന്ന് ഫിറ്റ് ചെയ്യാം. എന്റെ ദൈവമേ, ഏത് വാക്കിന് പോകുന്നു ഏത് വാക്കിനെടുക്കുമെന്ന് പറഞ്ഞൂടാ. എന്തുവാണോ ഇത്? ഇതിനെ അവിടെ പിടിപ്പിക്കണ്ട. പിന്നെ ഇത് ഫിറ്റ് ചെയ്യാതെ അവിടെ ക്ലൈമാക്സ് കഴിഞ്ഞു.